ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ നോമ്പ് കാലഘട്ടത്തിന്റെ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നല്ല ഇടയനെ കുറിച്ചാണ്. ഈ വിഷയത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ 10:11. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. ഈ ഇടയനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുഞ്ഞുനാളുകളിൽ കേട്ട അനുസരണയില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയുടെ കഥയാണ്. തൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ അപകടത്തിൽ പെട്ടുപോയ ഒരു ആട്ടിൻകുട്ടിയുടെ കഥ. ആടുകളെ സാധാരണ കൂട്ടം കൂട്ടമായാണ് മേച്ചിൽപ്പുറങ്ങളിൽ മേയുവാൻ വിടുന്നത്. അതിനുശേഷം വൈകുന്നേരമാകുമ്പോൾ അവയെ ആലയിൽ തിരികെ കയറ്റും. അങ്ങനെയിരിക്കെ ഒരു നിലാവുള്ള രാത്രിയിൽ ഒരു കുഞ്ഞാടിന് ഒരാഗ്രഹം തോന്നി, ആ നിലാവത്ത് കളിക്കണമെന്ന്. അമ്മയോട് അവൻ തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മ അവനെ വിലക്കി. രാത്രിയാണ്, ചെന്നായ് ഉണ്ടാകും, അത് പിടിച്ചു തിന്നും, വഴിയിൽ കുഴികൾ ഉണ്ടാകും, അതിൽ വീണു പോകും, അപകടമാണ്, അതുകൊണ്ട് വേണ്ട. സാധാരണ വേണ്ട എന്ന് കുഞ്ഞുങ്ങളോട് നാം പറയുമ്പോൾ അവർക്ക് തോന്നുന്ന ആ ചിന്താഗതി തന്നെ ഈ കുഞ്ഞാടിനും ഉണ്ടായി. ഈ കുഞ്ഞാടും തന്റെ അമ്മ കാണാതെ പുറത്തു പോകുവാൻ തീരുമാനിച്ചു. അവൻ പതുക്കെ പതുക്കെ അമ്മ കാണാതെ പുറത്തിറങ്ങി ആ നിലാവത്ത് തുള്ളിച്ചാടി കളിക്കുവാൻ തുടങ്ങി. അവന് ഭയങ്കര സന്തോഷമായി. അവൻ അകലെ ഒരു നീരുറവ കണ്ടു. അവൻ അവിടേക്ക് പോയി. തന്റെ ആലയിൽ നിന്നും അമ്മയുടെ അടുക്കൽ നിന്നും ദൂരെയായത് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ ആ നീരുറവയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് ആസ്വദിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിൽ ഒരു രൂപം കണ്ടു. അവൻ നോക്കിയപ്പോൾ അതൊരു ചെന്നായായിരുന്നു. ആ കുഞ്ഞാട് പേടിച്ചു വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ കുഴിയിലേക്ക് വീണു. അവൻ തന്റെ അമ്മയുടെ വാക്കുകൾ ഓർത്തു. ആ ചെന്നായ് അപ്പോഴും അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. തന്റെ മരണമടുത്തു, ചെന്നായ് ഇപ്പോൾ പിടിച്ചു തിന്നും എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് തന്നെ പേർച്ചൊല്ലി വിളിക്കുന്ന തന്റെ ഇടയന്റെ സ്വരം കേൾക്കുന്നത്. ഇത് കേട്ട ചെന്നായ് ഓടിപ്പോയി. ആ കുഞ്ഞാട് പതുക്കെ തലപൊക്കി നോക്കിയപ്പോൾ കാണുവാൻ കഴിഞ്ഞത് ഒരു റാന്തൽ വിളക്കുമായി തന്നെ അന്വേഷിച്ചു വരുന്ന തന്റെ ഇടയനെയാണ്. അവന് സന്തോഷമായി. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ ആ ഇടയൻ ഓടി വന്ന് അവനെ കുഴിയിൽ നിന്നും കരകയറ്റി ചേർത്ത് പിടിച്ച് തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ തെറ്റ് അവന് മനസ്സിലായി. അവൻ അമ്മയോട് മാപ്പ് പറഞ്ഞു. ഇതൊരു കഥയാണെങ്കിലും കർത്താവ് പറഞ്ഞ നല്ല ഇടയന്റെ ഉപമയുമായി നമുക്ക് താരതമ്യം ചെയ്യുവാൻ കഴിയും. 100 ആടുകളുള്ള ഒരു ഇടയൻ ഒന്നിനെ കാണാതായപ്പോൾ ആ 99 ആടുകളെയും സുരക്ഷിതമായി ആക്കിയിട്ട് കാണാതെ പോയ ആ ഒരു ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി തിരികെ കൊണ്ടുവന്നു. ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്നതും ഒരു നല്ല ഇടയന്റെ സ്നേഹത്തെ പറ്റിയാണ്. ഈ 2 കഥയും നോക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം ഒന്നാണെങ്കിലും 2 പേഴ്സ്പെക്റ്റീവ്സിലാണ്, 2 തലങ്ങളിലാണ് എന്ന് കാണുവാൻ കഴിയും. ഒന്ന് ആ കുഞ്ഞാടിന്റെ ചിന്താഗതി, മറ്റേത് ഒരു ഇടയന്റെ ചിന്താഗതി. കുഞ്ഞാടിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാട് അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിക്കുവാനായി തന്റെ യജമാനൻ ആ നല്ല ഇടയൻ വന്നു എന്നതാണ്. എന്നാൽ യജമാനിൽ നാം കാണുന്നത് തന്റെ ഒരു ആട് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വിഷമവും അതിനെ കണ്ടുകിട്ടുന്നതിനായി എടുത്ത പരിശ്രമവുമാണ്. ഇവിടെ കുഞ്ഞാട് മനുഷ്യരായ നാമും ഇടയൻ കർത്താവായ യേശുക്രിസ്തുവുമാണ്. ഈ ഇടയൻ നല്ല ഒരു ഇടയനാണ്. നമ്മെ അറിയുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, കാൽവരിയിൽ തന്റെ ജീവനെ തന്റെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു നല്ല ഇടയൻ. അനുസരണയില്ലാതെ അപകടത്തിൽ പെട്ടുപോയ കുഞ്ഞാടിനെ പോലെയാണ് നമ്മൾ. ഈ പാവപങ്കുലമായ ലോകത്തിൽ അറിഞ്ഞും അറിയാതെയും നാം പാപത്തിന് അടിമപ്പെട്ടു പോകാറുണ്ട്. അതിൽ തളർന്നു പോകാതെ ഈ കുഞ്ഞാട് ശ്രവിച്ച ഇടയന്റെ സ്വരം പോലെ തന്നെ പേർ ചൊല്ലി വിളിച്ച് അപകടത്തിൽ നിന്നും രക്ഷിച്ച ആ ഇടയന്റെ സ്വരം നാമും തിരിച്ചറിഞ്ഞ് അവങ്കിലേക്ക് തിരിഞ്ഞാൽ നമ്മയും ചേർത്ത് പിടിച്ച് ഒരു നാൾ നശിച്ചു പോകാതെ വണ്ണം കർത്താവ് തന്റെ മാറിൽ ചേർത്തണയ്ക്കും. യോഹന്നാൻ 10:26-27 വാക്യങ്ങളിൽ പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അതുപോലെ യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നതാണ്. നമുക്കും ആ വിശ്വാസത്തോടെ നിത്യജീവനെ പ്രാപിച്ച്
ദൈവമക്കളായി സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനും കാൽവരിയിൽ നമുക്കായി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ ഇടയന്റെ ആടുകളായിരിക്കുവാനും നമ്മെ താഴ്മയായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.